മഹാരാഷ്ട്രയിൽ സ്കൂൾ കുട്ടികൾക്കുള്ള ഭക്ഷണത്തിൽ മുട്ടയ്ക്കും പഞ്ചസാരയ്ക്കും നൽകുന്ന സാമ്പത്തിക സഹായം സർക്കാർ പിൻവലിച്ചു. സാമ്പത്തിക പ്രശ്നമാണ് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ഹിന്ദു സംഘടനകളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഭേദഗതി വരുത്തി ധനസഹായം നിർത്തിവെച്ചതെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ മുനിസിപ്പൽ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളിൽ ഭൂരിഭാഗവും ചേരി പ്രദേശങ്ങളിൽ നിന്നും ആദിവാസി മേഖലകളിൽ നിന്നുമുള്ള പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നാണ്. കുട്ടികളുടെ പ്രോട്ടീൻ അളവ് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ സ്കൂളുകളിൽ ഉച്ചഭക്ഷണത്തോടൊപ്പം മുട്ടയും പോഷകാഹാരങ്ങളും നൽകാൻ തുടങ്ങിയത്. മുട്ട കഴിക്കാത്ത കുട്ടികൾക്ക് പഴങ്ങൾ നൽകുക എന്നതായിരുന്നു പദ്ധതി. എന്നാൽ സാമ്പത്തിക പ്രശ്നം ചൂണ്ടിക്കാട്ടി ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഭേദഗതി വരുത്തിയിരിക്കുകയാണ് മഹാരാഷ്ട്ര സർക്കാർ. ഇനി മുതൽ മുട്ട വിതരണത്തിന് ഖജനാവിൽ നിന്നും പണം നൽകില്ല. ആവശ്യമെങ്കിൽ സ്വകാര്യ വ്യക്തികളിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ സംഭാവന വാങ്ങി പണം കണ്ടെത്താമെന്ന് സർക്കാർ വിജ്ഞാപനത്തിൽ പറയുന്നു. അതേസമയം ഹിന്ദു സംഘടനകളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് സ്കൂളുകളിലെ ഭക്ഷണത്തിൽ മുട്ട വിതരണം ചെയ്യുന്നത് മഹാരാഷ്ട്ര സർക്കാർ നിർത്തിവെച്ചതെന്നും ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ആഴ്ചയിൽ ഒരു മുട്ട വീതം 24 ലക്ഷം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നൽകാൻ സർക്കാർ വർഷം ചെലവാക്കുന്നത് 50 കോടി രൂപയാണ്. എന്നാൽ പ്രതിച്ഛായ നന്നാക്കാനുള്ള പരസ്യങ്ങൾക്ക് വേണ്ടി മാത്രം കോടികൾ ദൂർത്തടിക്കുന്ന മഹാരാഷ്ട്ര സർക്കാരിന്റെ പുതിയ തീരുമാനം കുട്ടികളോടും രക്ഷിതാക്കളോടും കാണിക്കുന്ന കടുത്ത വഞ്ചനയാണെന്നാണ് MPCC ജനറൽ സെക്രട്ടറി ജോജോ തോമസ് കുറ്റപ്പെടുത്തുന്നത്. പരസ്യത്തിനു വേണ്ടി കോടികൾ ചിലവഴിക്കുന്ന മഹാരാഷ്ട്ര സർക്കാർ പണമില്ലാത്തതിന്റെ പേരിൽ സാധാരണക്കാർ പഠിക്കുന്ന സർക്കാർ സ്കൂളുകളിലെ ഉച്ചഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മുട്ടയും അതുപോലെ തന്നെ മറ്റു പോഷകാഹാര വിതരണത്തിനുള്ള നൽകുന്ന സഹായം നിർത്തുന്നത് കുട്ടികളോടും രക്ഷകർത്താക്കളും കാണിക്കുന്ന വലിയ വഞ്ചനയാണ്. ലാഡ്കി ബഹിൻ പദ്ധതി പരസ്യങ്ങൾക്ക് വേണ്ടി മാത്രം സർക്കാർ 200 കോടി രൂപ ചിലവഴിക്കുന്നതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിച്ചത്. 2023 ഫെബ്രുവരിയിൽ ലോക്സഭയിൽ രേഖാപ്രകാരം രാജ്യത്ത് 14 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തും വിദ്യാർത്ഥികളുടെ ഉച്ചഭക്ഷണത്തിൽ മുട്ട നൽകുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ മുട്ടയും 2 തവണ പാലും നൽകാൻ 23 കോടിയോളം രൂപ അധികമായി അനുവദിക്കുന്നതായി കേരള സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.